എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് അറിയണ്ടേ, ജനുവരി 17-ാം തീയതി അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആ ഒരു എയർപോർട്ടിൽ നിന്ന്, അതായത് അബുദാബി എയർപോർട്ടിൽ നിന്നുള്ളതും അവർ കോഴിക്കോട് നിന്ന് അബുദാബിക്കാണ് വന്നത്. അപ്പോൾ അബുദാബി എയർപോർട്ടിൽ നിന്നുള്ള ഇതാ ചെറിയ കുറച്ച് ഭാഗങ്ങളും അതേപോലെ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിലുള്ളത്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എയർപോർട്ടിലേക്ക്, കാരണം എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ മക്കളാണ് പോയത്. അച്ഛനും മക്കളും കൂടെ പോയിട്ടാണ് അവരെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒട്ടും പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് പോയില്ല. നാട് വിട്ടിരിക്കുന്നവർക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അതേപോലെ തന്നെ എനിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ അത് അത്ര ഒരു ഇതൊന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്കത് ഭയങ്കര വിലപിടിപ്പുള്ളതും അമൂല്യമായിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഉള്ളത്. അവർ റൂമിലെത്തുമ്പോൾ ഏകദേശം ഒരു 3:15-3:30 ആയി പുലർച്ചയ്ക്ക്. അവർ റൂമിലേക്ക് കയറുന്ന വീഡിയോ ആണിത്. ഇനി ഇതാ അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബേക്കറി സാധനങ്ങളൊന്നും അധികം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ചിപ്സ്, കുറച്ച് മിക്സ്ചറായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കേക്ക് ഇഷ്ടമായിരുന്നു, അപ്പോൾ കുറച്ച് കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ബേക്കറി ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട പച്ചമുളക്. കാന്താരി മുളകുണ്ട്, അതിൽ അല്ലാത്ത മുളകുണ്ട്. ഇത് കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ജംസ്. അവർക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ ജംസ് അവർ പറയും. പിന്നെ കുറച്ച് ഷുഗർ ചീര, പിന്നെ അകത്തക്കീര. ഈ അകത്തക്കീര വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീര, പിന്നെ മായൻ ചീര എന്ന് പറയുമല്ലോ, ചായ മനസ ചീര. ഇതും മുമ്പ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നാടൻ കറിവേപ്പില, കുറച്ച് നാടൻ കോവയ്ക്കൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതും അതേപോലെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതുമായിട്ട് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നെ അനിയൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊണ്ടുവന്ന അരവണ പായസം, പിന്നെ അഭിഷേകം ചെയ്ത നെയ്യ്, പിന്നെ അവിടുത്തെ പ്രസാദം അവിലും മലരും തേങ്ങയെല്ലാം കൂടെ ഉള്ളത്. പിന്നെ അതുപോലെ അവിടുത്തെ അപ്പം, കടിച്ചാൽ പൊട്ടാത്ത അപ്പം ഉണ്ടല്ലോ, അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കുട്ടികൾ കഴിക്കില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല അത്. അവർക്ക് ഇതാ ഈ ഒരു കേക്ക് ഇഷ്ടമാണ്. പണ്ടേ നാട്ടിലുണ്ടാവുന്ന ആ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. എന്നാലും അത് പറഞ്ഞു എന്നല്ലാണ്ട് അവരങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. കുറച്ച് കഴിച്ചു, അപ്പോഴേക്ക് തന്നെ അവർക്കത് മടുത്തു. ബേക്കറി സാധനങ്ങളൊന്നും അങ്ങനെ അവർക്ക് അത്ര പ്രിയമില്ല. പിന്നെ മൺചട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു 3 മൺചട്ടി കൊണ്ടുവന്നു. ഇവിടുന്ന് ആകെ ഒരു പ്രാവശ്യം എൻ്റെ മൺചട്ടി വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാണ്ടൊക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രം, അതായത് ഇതേപോലെ കുഴിക്കകത്ത് ചെറിയ ചെറിയ കുഴി വരുന്ന ഇഡ്ഡലി പാത്രം. ഇതേപോലെ വരുന്നത് ഇവിടെ കുറേ സ്ഥലത്ത് നോക്കി, ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് ഉണക്കലരി, പിന്നെ കുറച്ച് പുളി, പിന്നെ ഇതാണ് ഈന്ത് പായസം വെക്കുന്നത്. മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈന്തിൻ്റെ ഗുണങ്ങളും എന്താണ് ഈന്ത് എന്നുള്ളതൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു പിടിയൊക്കെ മോനിങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ അവനത് ഫിറ്റ് ചെയ്യണ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കിട്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടവും പ്രത്യേക ടേസ്റ്റുമാണ്. ഇപ്പം മൺചട്ടിയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ വാങ്ങിച്ചത് എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല, നല്ല മൺചട്ടി ആയിരുന്നില്ല. ഇനിയിപ്പം പിന്നെ അത് വാങ്ങിക്കാനുള്ളൊരു ധൈര്യം വന്നില്ല. ഇവിടെ കിട്ടുന്ന ടോപ്പ് ലൈനിൻ്റെ ചട്ടി നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതുവരെ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല ഇവിടെ. ഇനി കൊണ്ടുവന്ന സാധനങ്ങളിൽ അടുത്തത് ഞങ്ങളുടെ കർമൂസ്, പിന്നെ ഇടിച്ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഉള്ളതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്കയല്ല, എന്നാൽ മൂത്തതുമല്ല, ആ ഒരു വിധത്തിലുള്ളത്. അത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് അമ്മ നാട്ടിൽ നിന്ന് ഇട്ടിട്ട് കൊണ്ടുവന്ന നെല്ലിക്ക അച്ചാർ, പിന്നെ ഊട്ടി പെറുക്കി. ഇതിന് ഞങ്ങൾ സീതാപ്പഴം, തേനാമ്പഴം എന്നൊക്കെ പറയും. ചിലരിതിന് ആത്തച്ചക്ക എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നിങ്ങൾ എന്താണ് പേര് പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നല്ല നാടൻ കുരുമുളക്. ഈ കുരുമുളകൊക്കെ ഇവിടെ കിട്ടാത്ത സാധനമായിട്ടല്ല, എന്നാലും നാടൻ കുരുമുളക് കിട്ടുമ്പോൾ അങ്ങനെ കൊണ്ടുവരും. അതേപോലെ നാട്ടിൽ ഇത് ഒരാൾ അവിടെ ഉണ്ടാക്കുന്ന പപ്പടമാണ്, ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞ് വാങ്ങിക്കുകയാണ് ചെയ്യുക. പിന്നെ അരിപ്പൊടി, പുട്ടുപൊടിയുണ്ട്, അതേപോലെ തന്നെ ഇടിയപ്പപ്പൊടിയുണ്ട്, നൂൽപുട്ടിൻ്റെ പൊടിയുണ്ടല്ലോ അതുമുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി, അത് ഗോതമ്പ് അങ്ങനെ വാങ്ങിച്ചിട്ട് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വേറൊരു മിക്സും ഇല്ല. പിന്നെ മുളക് പൊടി 2 തരത്തിൽ, കാശ്മീരി മുളക് പൊടി വേറെ, നോർമൽ മുളക് പൊടി വേറെ.
പിന്നെ നാട്ടിലുണ്ടായ മഞ്ഞൾ അത് പൊടിപ്പിച്ചിട്ടുള്ളത് ആ പൊടി, പിന്നെ മല്ലിപ്പൊടി. ഞങ്ങൾ ഇത്രയും കാലമായിട്ടും ഇവിടുന്ന് പാക്കറ്റ് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ വാങ്ങിക്കാറില്ല. ഓരോ വർഷവും നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവരിക ചെയ്യുക. അതും കുറച്ചധികം തന്നെ കൊണ്ടുവരും. അപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ നന്നായിട്ട് ഓടും. പിന്നെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ അത് കൊടുത്തു വിടും. അപ്പോൾ എന്തായാലും ഒരു വർഷം അങ്ങനെ അത് തികയാറുണ്ട്. ഇത് മില്ലിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ. ഈ ഒരു വെളിച്ചെണ്ണയുടെ മണവും അതേപോലെ നമ്മൾ ഈ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അറിയോ? വെളിച്ചെണ്ണ 4 ലിറ്ററൊക്കെ കൊണ്ടുവന്നാലും അധികമൊന്നും ഓടാറില്ല. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കേണ്ടി വരും. ഒരു വർഷമൊന്നും എന്തായാലും പോവില്ല. വെളിച്ചെണ്ണ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കുന്നതാണ് അതിനകത്ത് കാണുന്നത്. ഇവിടെ കൊണ്ടുവന്ന ശേഷമാണ് അത് ഇട്ട് വയ്ക്കാറുള്ളത്. ഒരു ചെറിയ തുണിക്കഷ്ണം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക്, ഒരു ഉണക്കമുളക്, പിന്നെ കുറച്ച് നെല്ല്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് അത് കിഴി കെട്ടിയിട്ട്, ആ തുണി കിഴി കെട്ടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കേടുവരില്ല എന്നാണ് പറയാറുള്ളത്. നാട്ടിൽ കിട്ടുന്ന കുറച്ച് നല്ല ചന്ദനത്തിരി, പിന്നെ എനിക്ക് 2-3 ബുക്ക്, ഞങ്ങൾക്കുള്ള ഡ്രസ്സ്, പിന്നെ പച്ചക്കർപ്പൂരം, സാദാ കർപ്പൂരം, കുറച്ച് ഭസ്മം നല്ലത്, ഉപ്പിലിട്ട കാന്താരി മുളക്, അങ്ങനെ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.